ലോക ജിയോ പൊളിറ്റിക്സിൽ അടുത്തിടെ വരെ രാജ്യങ്ങൾ ചേരിചേർന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, സൈനിക സാമ്പത്തിക ശക്തിയുടെ പേരിൽ. അടുത്തതേറെ സെൻസിറ്റീവായ ഒന്നാണ് മതത്തിൻ്റെ പേരിൽ. ഹിന്ദു രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇതുവരെ ഒരുമിച്ച് നിൽക്കാത്തതെന്നത് മറ്റൊരു വസ്തുത. എന്നാൽ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾ ക്രിസ്തു മതത്തിൻ്റെ പേരിലും വത്തിക്കാൻ അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. ഗൾഫ്, ഇറാൻ, ലബനൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ പേരിലും ഒറ്റക്കെട്ടാണ്. അതിൽ വലിഞ്ഞു കയറി പലതവണ ഇന്ത്യക്കെതിരെ മസിൽ പെരുപ്പിച്ച് കാണിക്കാൻ വന്ന പാകിസ്ഥാൻ ഓരോ തവണയും എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിട്ടുമുണ്ട്. അതെ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എടുത്തു പ്രയോഗിക്കുന്ന ആ ആയുധം മതമാണ്. ഇസ്ലാം മതത്തിൽ ഭരണം നടത്തുന്ന ഗൾഫ് രാജ്യങ്ങളുമായി, ഇറാനുമായി, ബംഗ്ലാദേശുമായി ഒക്കെ തങ്ങളെല്ലായ്പ്പോഴും ഐക്യത്തിലാണെന്ന് വരുത്തി തീർത്ത് അത് ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്ന ആ പാകിസ്ഥാൻ തന്ത്രം പക്ഷേ പശ്ചിമേഷ്യയിൽ തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാനുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ US-മായി എണ്ണഖനനത്തിനും പ്രതിരോധത്തിനുമുള്ള കൂട്ടുകെട്ട് തുടങ്ങി. ഒപ്പം ഇന്ത്യയുമായി അടുത്തു നിൽക്കുന്ന താലിബാനുമായി അകന്നു. അവരുമായി യുദ്ധം വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.